നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചതന്ത്രം കഥകൾ. പാടലിപുത്രത്തിലെ രാജകുമാരന്മാരെ സോമശർമാവ് എന്ന് പറയുന്നൊരു മഹാബ്രാഹ്മണൻ, മഹാഗുരു കഥകളിലൂടെ ഒരു ഭരണകർത്താവിനുണ്ടാകുന്ന പഞ്ചതന്ത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആദ്യത്തെ തന്ത്രമാണ് മിത്രഭേദം. ആ മിത്രഭേദത്തിൽ 9ാമത്തെ കഥ സ്വയം കൃതാനർത്ഥങ്ങൾ, തന്നെത്താൻ വരുത്തി വയ്ക്കുന്ന ചില ആപത്തുകൾ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വകർമാവെന്ന് പറയണ ഒരു ബ്രാഹ്മണൻ, പണ്ട് സന്യാസി, ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മറ്റേ ധാരാളം തപസ്സൊക്കെ ചെയ്ത് ദിവ്യമായ ചില കഴിവുകളൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര്, സന്യാസിയുടെ പേര് ദേവശർമാവെന്നായിരുന്നു. പണമൊക്കെ വരാൻ കിട്ടിത്തുടങ്ങിപ്പോയൊക്കെ സൂക്ഷിക്കാനൊരു മാർഗം കണ്ടില്ല. എവിടെ സൂക്ഷിക്കണേ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു കോട്ട അങ്ങോട്ട് ഉണ്ടാക്കി, ഒരുപാട് വലിയ പോക്കറ്റുകളൊക്കെ ഉണ്ടാക്കി ഓരോ ദിവസം കിട്ടുന്ന ദക്ഷിണയൊക്കെ പുതിഞ്ഞ കോട്ടിൻ്റെ ഉള്ളിൽ വയ്ക്കും. പോണ വഴിയൊക്കെ ഇങ്ങനെ കോട്ടിട്ടുകൊണ്ട് നടക്കും. കുറച്ച് നാൾ ഇദ്ദേഹത്തിൻ്റെ കോട്ടപ്പെട്ട വച്ചാലും ആർക്കും അറിയില്ല ഈ കോട്ടിനകത്ത് ഇങ്ങനെ പണം സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ രക്ഷപ്പെട്ട് തൻ്റെ സമ്പത്തൊക്കെ സൂക്ഷിച്ച് ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കോട്ടിലേക്ക് കിട്ടിയ പണം നിക്ഷേപിക്കുന്നത് ആഷാഢഭൂതി എന്ന് പറയുന്ന ഒരാൾ കണ്ടു. ആഷാഢഭൂതി ഇതെന്താണെന്ന് ശ്രദ്ധിച്ചു. അത് ശരി, ഇയാളുടെ കോട്ടിൻ്റെ പല പോക്കറ്റിലും പണം കാണുമല്ലോ എന്ന് കരുതി ഒന്ന് പരിശോധിച്ചു. അങ്ങനെ അയാളുമായിട്ട് അങ്ങോട്ട് കൂട്ടുകൂടി. ദേവശർമാവും ആഷാഢഭൂതിയും കൂട്ടുകൂടി പരസ്പരം സന്യാസിക്ക് ദേവശർമാവിന് ആഷാഢഭൂതി എന്തെന്നില്ലാത്ത വിശ്വാസമായി. ഒരു ദിവസം സന്യാസി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കോട്ട് കരയിൽ വെച്ചു. ആഷാഢഭൂതിയോട് പറഞ്ഞു, ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ, എന്താന്നൊക്കെ അറിയാലോ ഇതിൽ, എൻ്റെ സമ്പാദ്യമാണേ എന്നും പറഞ്ഞങ്ങോട്ട് പോയി. അദ്ദേഹം ഇറങ്ങി കുളിച്ചുകൊണ്ടിരുന്നു. ആഷാഢഭൂതി അപ്പോൾ അവിടെ അങ്ങനെ നിന്നിട്ട് ഇത് തന്നെ തരം, ഇയാളുടെ സമ്പാദ്യം അടിച്ചു മാറ്റാൻ പറ്റിയില്ലോ എന്ന് കരുതി ആ ഇതും കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അടങ്ങുന്ന ആ കോട്ടും കൊണ്ട് എടുത്തുകൊണ്ട് പോയി. അവിടെ നിന്ന് അങ്ങോട്ട് മാറി. ദേവശർമാവിനെ അങ്ങോട്ട് പറ്റിച്ചു ഭംഗിയായിട്ട്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തായിട്ട് അപ്പോൾ സന്യാസി ഇയാൾ കരയിൽ കയറി വന്നൊന്ന് ജപിച്ചു. നോക്കിയപ്പോൾ മനസ്സിലായി ആഷാഢഭൂതിയെ കാണാനില്ല. അയാൾ തൻ്റെ സമ്പാദ്യം കൊണ്ട് സ്ഥലം വിട്ടുന്നു. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ മൈതാനത്തെ 2 കൊറ്റനാടുകൾ തമ്മിൽ ഇടി കൂടണ കണ്ടു. അത് കണ്ട് രസിച്ച് ഇങ്ങനെ ഒരു ജമ്പുകൻ എന്ന് പറഞ്ഞൊരു കുറുക്കൻ നിൽക്കുകയാണ്. 2 പൊട്ടനാടുകളും പുറകോട്ടങ്ങോട്ട് പോകും, ആഞ്ഞു വന്നിടിക്കും. തല മുട്ടി ഇടിച്ച് ചോരത്തുള്ളികൾ വീഴാൻ തുടങ്ങിയപ്പോൾ 2 പേര് അകന്നു നിന്ന് ഉന്നം പിടിക്കുമ്പോഴത്തേക്ക് ഈ ചോരയൊക്കെ നക്കി പിടിക്കും. മാംസകഷ്ണങ്ങളൊക്കെ എടുത്ത് തിന്നും കുറുക്കൻ. അങ്ങനെ ഇവരുടെ കുറച്ച് ഭക്ഷണമൊക്കെ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേരും കൂടി പെട്ടെന്ന് വന്ന് ഇടിച്ചപ്പോൾ കുറുക്കൻ അതിൻ്റെ ഇടയിലങ്ങോട്ട് ചത്തങ്ങോട്ട് പോയി ഇടികൊണ്ട്. ആ സമയത്ത് സന്യാസി ഒരു ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരി ഉണ്ടാക്കി. എന്താണ് ആ വരി എന്നറിയാമോ? മിത്രഭേദത്തിൽ സന്യാസി ഉണ്ടാക്കിയ ഒരു ഇതാണ്, ജംബുഗോ മേഷയുദ്ധേന കുറുക്കൻ മേഷയുദ്ധം, ആടുകളുടെ ഇടികൊണ്ട് എന്നേ ആക്കിയിട്ടുള്ളൂ. ഇനി 2ാമത്തെ വരിക്കുള്ള കാരണമാണ് പറയുന്നത്. ആഷാഢഭൂതി അന്വേഷിച്ച് പോവുകയാണ്. ഇങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഈ സന്യാസി ഒരു കുടിലിൽ ചെന്ന് കയറി. അതൊരു നെയ്ത്തുകാരൻ്റെ വീടായിരുന്നു. നെയ്ത്തുകാരപ്പം വീട്ടിലില്ല. അയാൾ മൊത്തം നമ്മടിയൊക്കെയാണ്, നല്ല കുടിയും കളവും മോഷണവും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നു. ചാലിയൻ എന്നാണ് ഈ നെയ്ത്തുകാരനെ പറയുന്നത്. ചാലിയത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. ചാലിയത്തിയുടെ പണി എന്താണെന്നറിയാമോ? ചാലിയൻ ഓരോ വഴിക്ക് കള്ളും കുടിച്ച് കാറും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവളെ മറ്റ് പരപുരുഷന്മാരെയൊക്കെ സ്വീകരിച്ച് അവർക്കൊക്കെ കീഴടങ്ങി പണം സമ്പാദിക്കും. അവളൊക്കെ ഒരു ദാസിയുണ്ട്, ആ ദാസി ഇതിന് കൂട്ടാം. അങ്ങനെ ഈ സന്യാസി നെയ്ത്തുകാരൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ചാലിയെത്തി കാമുകനെ തേടി പുറത്തേക്ക് പോവാൻ തുടങ്ങുക. ദാസിയോട് പറയണം, ഞാൻ പോയിട്ട് വേഗം വരാടി. അദ്ദേഹം 4 കാലിലല്ലേ വരിക, കുടിച്ച് മത്തടിച്ചിട്ട്. അപ്പോഴേക്കും ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞാൽ പോവാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. പടി കടന്നു ഒരു 10 അടി വെച്ചില്ല. അതിന് മുമ്പേ ചാലിയനുണ്ട് നേരെ എതിരേ വരണം. ചാലിയൻ വരാണ്ടപ്പോൾ
ഇതെൻ്റെ ഭാര്യയാണല്ലോ. ഈ വിളി അണിഞ്ഞൊരുങ്ങി അതീവ സുന്ദരിയായി മുല്ലപ്പൂമാലയും ചൂടി കുളിച്ചു കുറിയിട്ട് തലമുടിയൊക്കെ അലങ്കരിച്ച് ഇത് ശിരോലങ്കാരമൊക്കെ നടത്തി പട്ടി നീ എവിടേക്കായി പോണേ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം ഇവിടെ നീ എവിടേക്കാണ് പോണേ എന്ന് ചോദിക്കും. വേഗം ഇവിടെ തന്ത്രം അങ്ങോട്ട് മാറ്റി, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വരിക, ഇതുവരെ കാണാണ്ടായപ്പോഴേ എനിക്ക് വിഷമായി, അപ്പം ഞാൻ അന്വേഷിച്ച് വരിക എന്ന് പറഞ്ഞു. ആഹാ, അത് നല്ല സൂത്രം. അപ്പം അയാൾക്ക് തോന്നിയപ്പോൾ എന്നെ അന്വേഷിച്ച് വരുന്നതല്ല, അവൾക്ക് വേറെ ഇത്തിരി കളതരമൊക്കെ ഉണ്ട്. ഇതൊക്കെ മനസ്സിലായി. ഓട്ടം തന്നെ എന്തുണ്ട്, അവളുടെ ദുർനടപ്പിനെ പറ്റിയൊക്കെ ഈ ഭർത്താവിനെ അറിയാം. അപ്പം ഈ ഭർത്താവ് എന്ത് ചെയ്തു, അവളെ വിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ കാപ്പട്ടിയും കള്ളത്തരമൊക്കെ എനിക്കറിയാടി, നീ ഇങ്ങോട്ട് നടക്ക്, വീട്ടിലേക്ക് നടക്ക് എന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു കയറെടുത്തിട്ട് ഒരു മരത്തിൻ്റെ അവിടെ കെട്ടിയാട്ടു. അവളുടെ പോക്കൊന്ന് കാണാമല്ലോ. അപ്പം ദാസി ഇത് കണ്ടു. ദാസിക്ക് കാര്യം മനസ്സിലാക്കി. ഇത് ഈ ചാലിയൻ കുടിച്ച് ബോധമില്ലെങ്കിലും ഭാര്യ പോണത് ദുർനടപ്പിനാണെന്ന് മനസ്സിലാക്കി പിടിച്ച് കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കുക. അങ്ങനെ ഈ കുടിച്ച് ലക്ക് കെട്ട് വന്ന ആൾ അങ്ങോട്ട് വീടിനകത്തേക്ക് കയറിപ്പോയി അവിടെ കിടന്നങ്ങളോ വാങ്ങി. ആ സമയത്ത് ദാസി ചെന്നിട്ട് അവളെ അയച്ചു വിട്ടു. എന്നിട്ട് നീ പൊക്കോന്നതിൻ്റെ കാര്യത്തിന് ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞേച്ച് പോണ വഴിക്ക് അവളെ ബന്ധിച്ച് നിർത്തിയിരിക്കണത് ചാലിയത്തിയെ എങ്ങനെയാണോ ചാലിയൻ ബന്ധിച്ച് നിർത്തിയത് മരത്തിൽ, അതേപോലെ ഇവൾ സ്വയം ബന്ധിതനായി മരത്തോട് ചേർന്ന് അവിടെ നിന്നു. ചാലിയത്തി പോയടുത്ത് പൊടി പോലുമില്ല. അവൾ പോയി കാമുകനെ കണ്ടു, ഉള്ള കാര്യങ്ങളൊക്കെ നടന്നു. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ദാസിയെ പിടിച്ച് കെട്ടിയിട്ടേക്കണല്ലേ പോലെയല്ല തന്നെ. ഇതിനിടയ്ക്ക് ഇയാൾ ഉറക്കം ഉണർന്നൊന്ന് നോക്കുമ്പോൾ ഇവളിപ്പോഴും ഇവിടെ തന്നെ നിൽക്കുക, മരത്തിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടോണം നിൽക്കുക. തൻ്റെ ഭാര്യയല്ലേ. ഉടൻ തന്നെ വേഗം അവിടെ ചെന്നിട്ട് ഇവളോട് ഏതാണ്ട് കുരുത്തം കെട്ട ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. കാരണം ശബ്ദം മനസ്സിലായ ദാസിയൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് അവളൊന്നും മിണ്ടിയില്ല. അവളെന്ത് ചെയ്തു എന്നറിയാമോ, ഇയാൾക്ക് ദേഷ്യം വന്നു. അടുത്ത് കിടക്കണ ഒരു കത്തി അങ്ങോട്ട് എടുത്തിട്ട് ഇവളുടെ മൂക്കങ്ങൾ അരിഞ്ഞ് കിടന്നു ദാസിയുടെ. അപ്പം മരത്തെ പിടിച്ച് കെട്ടിയിട്ടേക്കണത് ഇപ്പോൾ ദാസി ചാലിയത്തിക്ക് പകരം തൂണിനോട് മരത്തോട് ഇങ്ങനെ ചേർന്ന് നിന്ന ആ ദാസിയുടെ ദുഷ്ടൻ ദാസിയുടെ മൂക്കരിഞ്ഞു കളഞ്ഞു. മൂക്ക് പോയി കഴിഞ്ഞാൽ രക്തപ്രവാഹമായി. മിണ്ടാൻ നിർത്തിയുണ്ട്. ദാസി ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് നിൽക്കുക. അയാൾ വീണ്ടും മത്തിറങ്ങിയിട്ടില്ല കുടിച്ചൻ്റെ ഒന്നും, അകത്ത് പോയി കിടന്നുറങ്ങുകയും ചെയ്തു ചാലിയൻ. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചാലിയത്തി വന്നു. ശരി, ചാലിയത്തി അവൾ വന്നപ്പോൾ രക്തത്തിലൊക്കെ കുളിച്ച് നിൽക്കണു. അയ്യോ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ ഒരു കണക്കിന് ദാസി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് ചോദ്യം ചോദിച്ചു, ഞാൻ മിണ്ടിയില്ല. നീ ഇവിടെ ഇല്ലയെന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും വലിയ ലഹളയാവില്ലേ, അതുകൊണ്ടാണ് മിണ്ടാഞ്ഞ. അപ്പം കത്തി എടുത്തിട്ട് എൻ്റെ മൂക്കരിഞ്ഞ് കളഞ്ഞു നിൻ്റെ ചാലിയെ, നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു ദാസി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, വേഗം ദാസിയെ കെട്ടഴിച്ചു വിട്ടു. പഴയ പോലെ തൂണിൽ ചാലിയെത്തി തന്നെ ബന്ധനസ്ഥനായിട്ടങ്ങ് നിന്നു. ദാസി പോയി തൻ്റെ കുടിലേക്ക്, തൻ്റെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. അവളെ ദാസി ഒരു ക്ഷുരകൻ എന്ന് പറഞ്ഞാൽ ഈ ക്ഷൗരം ചെയ്യുന്നവർ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. തൻ്റെ ഭവനത്തിൽ പോയി, ക്ഷൗരകൻ്റെ അവിടേക്ക് പോയി. ചാലിയത്തി ഇവിടെ തൂണിൽ നിന്നതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാലിയൻ ഉറക്കമുണർന്നു വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കിളി പോലെയാണ് ചാലിയത്തി ഉത്തരം പറയണേ. ഇവിടെ നേരത്തെ മിണ്ടാണ്ട് ഞാൻ ഇവളുടെ മൂക്കരിഞ്ഞ് കളഞ്ഞതല്ലേ എന്നപ്പോൾ ഓർമ്മ വന്നു. നോക്കുമ്പോൾ ഞാൻ നിൻ്റെ മൂക്കരിഞ്ഞതാണല്ലോ, പക്ഷെ ഇപ്പം നിൻ്റെ മൂക്ക് ഇതപ്പം പൂർവാധികം സുന്ദരമായ മൂക്കുണ്ടായിക്കണമെന്ന് എനിക്ക്, നീ ഇപ്പം ആദ്യത്തെക്കാളും സുന്ദരിയാവുകയാണല്ലോ ചെയ്തത്, ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ചാലിയത്തി വളരെ ഭംഗിയായിട്ടൊരു നുണയാ പറഞ്ഞു. ഞാനേ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന കുട്ടിയാണ്, എനിക്ക് പാതിവൃത്യത്തിൻ്റെ മഹത്വമൊക്കെ അറിയാം. എന്താണെന്നറിയാമോ ഈ പാതിവൃത്യം? ഒരാളെ മാത്രം വിവാഹം കഴിച്ച ആ ഒരു പുരുഷനെ മാത്രം ഭർത്താവായി ജീവിക്കുന്ന ഒരു വ്രതമാണ് പാതിവൃത്യം എന്ന വ്രതം. ആ വ്രതമുള്ളവരെ, അത് മഹനീയ വ്രതമാണ്, അതിന് പവിത്രമായ ചില ശക്തിയൊക്കെ ഉണ്ടെന്നാണ് പറയണത്.
അപ്പം ചാലിയത്തി പറഞ്ഞു, ഞാൻ പതിവ്രതയാണ്, എൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് നിങ്ങൾ അരിഞ്ഞു കളഞ്ഞ മൂക്കൊന്നും പോയില്ല ഒക്കെ ഉണ്ടായത് എന്ന്. അപ്പം ചാലിയനൊരു സംശയം, ശരിയാവോ? ഞാൻ അരിഞ്ഞു കളഞ്ഞതാണല്ലോ അവളുടെ മൂക്ക്. ഉടൻ തന്നെ എന്തുണ്ടായി എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് ചാലിയത്തി കാമുകനെ കാണാൻ പോകുന്നതും, ദാസി അപ്പോഴത്തേക്ക് ഇടയ്ക്ക് വച്ചിട്ട് ചാലിയൻ തിരിച്ചു കൊണ്ടുവന്ന് പിടിച്ച് കെട്ടിയിടണതും, ദാസി അഴിച്ചു വിടണതും, ദാസി തന്നെത്താൻ ബന്ധനസ്ഥയായി അവിടെ നിൽക്കുന്നതും, ചാലിയൻ ഉറങ്ങി ഓരോർക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് അവളുടെ മൂക്കരിഞ്ഞ് കളഞ്ഞതും, പിന്നീട് ചാലിയത്തി വന്നവിടെ നിന്ന് ദാസിയെ പറഞ്ഞു വിട്ടതും, ഇപ്പം ചാലിയനും പറഞ്ഞ് പറ്റിച്ച് ചാലിയത്തി വളരെ മിട്ടുക്കത്തിയായിട്ട് വീട്ടിലേക്ക് കയറാൻ പോണതും ഒക്കെ അവിടെ ഒളിഞ്ഞ് നിന്ന് കാണുന്ന ഒരാളുണ്ടായിരുന്നു. ആരാന്നറിയാമോ? നമ്മുടെ സമ്പാദ്യമെല്ലാം ആഷാഢഭൂതി കൊണ്ടുപോയ ആ സന്യാസി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ദാസി വേഗം അയാളുടെ വീട്ടിലെത്തി ഇത് കാണുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കഥയുടെ അടുത്ത ഭാഗം ഇപ്പം അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് നേരമാവും, അതുകൊണ്ടാണ് നിർത്തണേ. ഇതൊന്ന് പുനർചിന്തിക്കൂ. ഈ കഥ പഞ്ചതന്ത്രത്തിലെ കഥകൾ ഗുണപാഠമുള്ള കഥകളാണ്, തന്ത്രങ്ങളുള്ള കഥകളാണ്. ഇപ്പം ചാലിയത്തിയുടെ സന്യാസിക്കുണ്ടായ അനുഭവം, ജംബുഗോമേഷയുദ്ധേന, കുറുക്കൻ മരിച്ചുപോയി ആടുകൾ തമ്മിലുള്ള ഇടി കൊണ്ടിട്ട് ഒരു വരി എഴുതി. രണ്ടാമത് ആഷാഢഭൂതിയെ പറ്റിയാണ് അടുത്ത വരി വേണ്ടത്. അതിനുള്ള ഒരവസരം സന്യാസിക്ക് കിട്ടാൻ പോവുകയാണ്. അതാണ് ഈ വരി വരാൻ വേണ്ടിയിട്ടടി കഥ. ഇപ്പം ചാലിയത്തിയും ചാലിയനും കൂടി നടന്ന ഈ നാടകമെല്ലാം കണ്ടുകൊണ്ട് സന്യാസി ദൃക്സാക്ഷിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗം ഞാൻ ഉടനെ തന്നെ പറയും, അടുത്ത എപ്പിസോഡായിട്ട് പറയും. ഇന്ന് ഇപ്പം ഇവിടെ നിർത്തുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. കേട്ടിട്ടേ ഉണ്ടാകുള്ളൂ നിങ്ങൾ പഞ്ചതന്ത്രം കഥകളെന്ന്. പഞ്ചതന്ത്രം കഥകൾ പൂർണ്ണമായും വായിച്ചിട്ടുള്ള അവരുണ്ടോ? കുട്ടികളെന്നല്ല, വലിയവരുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് ഓർമ്മയിൽ നിൽക്കുമോ? ഇല്ല. കഥകൾക്കുള്ളിൽ കഥകളാണ്, തന്ത്രം മെനയുന്ന കഥകളാണ്. നമ്മൾ ഈ പ്രായമായിട്ടുള്ളവർ വിചാരിക്കേണ്ടെന്നാ ഞാൻ എന്തിനപ്പം ഈ പഞ്ചതന്ത്രം കഥകളൊക്കെ മനസ്സിലാക്കണേ? ഒരു രസം എന്ന് വയ്ക്കൂ. എന്നിട്ടെങ്കിലും ഈ പഞ്ചതന്ത്രം കഥകൾ കേൾക്കൂ. അവസരം കിട്ടുന്നിടത്ത്, പറയാൻ പറ്റുന്നിടത്ത് പറയുകയും ചെയ്യും. ഒരു ഗുണപാഠമുണ്ട് ഇതിലൊക്കെ, ഇല്ലേ? അപ്പോൾ അതിനായിട്ട് കൂടി ശ്രമിക്കൂ. ഈ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. ഈ ചാനലിന് കഥകളതിസാഗരം എന്ന എൻ്റെ ഈ ചാനലിനെ ആകുന്നത്ര പ്രോത്സാഹിപ്പിക്കൂ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. എല്ലാവർക്കും